മാരുതി സുസുക്കി ബ്രെസ VXIയിൽ മാരുതി കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ സിസ്റ്റമാണ്. ഈ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ സിസ്റ്റത്തിൽ എങ്ങനെ നാവിഗേഷൻ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഉപയോഗിച്ച് എങ്ങനെ യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യാം, യൂട്യൂബ് മ്യൂസിക് പ്ലേ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ പരിചയപ്പെടുത്താൻ എൻ്റെ കൂടെ ദർശനമുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ മ്യൂസിക് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാനായിട്ട് ഒരു ഡാറ്റ കേബിൾ ഉപയോഗിച്ച് നമ്മുടെ USB ഒരു പോർട്ട് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഡാറ്റ കേബിൾ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ആയിരിക്കുന്നതായിട്ട്. ഇനി ആൻഡ്രോയിഡ് ഓട്ടോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഡയറക്റ്റ് ഡൈവേർട്ട് ചെയ്യുന്ന മാപ്പിലേക്കായിരിക്കും. ഈ മാപ്പിലേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഫോണിൽ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളുടെ ഫോണിൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. ചിലവരുടെ ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഉണ്ടാവും, അല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവി മാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നവി മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ കാണുന്ന നവി മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യാനായിട്ട് കാർ ട്യൂബ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് കാർ ട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഈ കാർ ട്യൂബ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ 2 ആപ്ലിക്കേഷൻസാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ചിലവരുടെ മൊബൈൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് പുതിയ ഫോണുകളിൽ യൂട്യൂബ് മ്യൂസിക് ഉണ്ടാവും, YT മ്യൂസിക്. ഇല്ല എങ്കിൽ അതും കൂടിയും ഇൻസ്റ്റാൾ ചെയ്യാം. ഈ 3 ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഡാറ്റ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡാറ്റ കേബിൾ മറ്റ് എൻഡ് നമ്മളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 3 ഓപ്ഷനായിട്ട് ഇതിനകത്ത് വരിക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ക്ലിക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് ഓട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ അത് കണക്ട് ആയിട്ടുണ്ടാവും ആൻഡ്രോയിഡ് ഓട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നാവിഗേഷനിലേക്കാണ് പോവുക. നമ്മളുടെ നാവിഗേഷൻ്റെ മാപ്പ് ഓപ്പണായി വന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മാപ്പ് സെലക്ട് ചെയ്യാനായിട്ട് ഐദർ സെർച്ച് ബട്ടണിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പേസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അല്ല എങ്കിൽ അതിനകത്തൊരു ഈസി വർക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വോയിസ് കമൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കണ്ടോ. അപ്പോൾ പെരുമ്പാവൂരുള്ള ലൊക്കേഷൻസ് വന്നു. നമുക്കൊന്നും കൂടിയും പറഞ്ഞു നോക്കാം. ബിക്കോസ് ഞാൻ അതിനകത്ത് പറഞ്ഞത് ബിരിയാണി എന്നൊക്കെ വന്നിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്നും കൂടിയും പറഞ്ഞു നോക്കാം. പെരുമ്പാവൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. Okay, there's Perambavoor town bus stand 3.9 miles away. Want to navigate there? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടത്തേക്ക് നാവിഗേറ്റ് ആവും. Sorry, do you want to go to the Perambavoor town bus stand in Perambavour? Yes. Yes. Okay, Perambavoor town bus stand 3.9 miles away. Hits 93.5 Red FM. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മാപ്പ് അവിടേക്ക് ഡൈവേർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് മാപ്പ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നിങ്ങൾ നവി മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കേരളത്തിൻ്റെ മാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അതും ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഇതിനകത്ത് യൂട്യൂബ് മ്യൂസിക് എങ്ങനെ പ്ലേ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ മാപ്പ് കണക്റ്റഡ് ആണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആപ്ലിക്കേഷൻസിലേക്ക് പോകും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാർ ട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തുറന്നു വരും. ഈ കാർ ട്യൂബ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വണ്ടി ഡ്രൈവിലായിരിക്കരുത്. അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് പറയുന്നത്. അതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാർ ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് യൂട്യൂബ് വീഡിയോസ് കാണാൻ പറ്റത്തില്ല. നമ്മളുടെ വണ്ടി സ്റ്റോപ്പ് പൊസിഷനിൽ ആയിരിക്കണം. അത് നമുക്ക് ഇത് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ബട്ടൻ്റെ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അവിടെ സെർച്ച് ചെയ്ത് കാണാം. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇത് സ്ക്രീനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ദർശനം സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ബട്ടൺ. യെസ്. ആൻഡ്രോയിഡ് ഓട്ടോ. ഓക്കെ, കണക്ട് ചെയ്ത് ദർശനം ഫോണിൽ സെർച്ച് ചെയ്താൽ മതി. ഫോണിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സനു വ്ളോഗ്സ് ബ്രസ എന്ന് സെർച്ച് ചെയ്ത് നോക്കി. നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ആ ഫോണിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് വരുന്നത്. കണ്ടോ? ഓക്കെ, സെർച്ച് ചെയ്ത് നോക്കി.
യെസ്, നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിലുള്ള ഏതെങ്കിലും ഒരു പ്രീവിയസ് വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. ഫുൾ സ്ക്രീനിലല്ല കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോസാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാവിഗേഷൻ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഐദർ യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് മ്യൂസിക് ത്രൂ പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റും, അല്ല എങ്കിൽ നിങ്ങൾക്ക് FM ത്രൂ പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മാപ്പ് വേണ്ട എങ്കിൽ നിങ്ങൾ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. മാപ്പ് അവിടെ മിനിമൈസ് ആയിട്ട് താഴെ കിടക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങൾ കാണാൻ പറ്റും FM വേണ്ടായും. FM ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് FM സോങ്സ് കാര്യങ്ങളെല്ലാം വരും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൽ യൂട്യൂബ് മ്യൂസിക് ഉള്ളത് കൊണ്ട് വീണ്ടും ആൻഡ്രോയിഡ് ഓട്ടോ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ താഴെ കാണുന്ന യൂട്യൂബ് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് മ്യൂസിക്കിലേക്ക് ഇത് പോകും. അതിനായിട്ട് നിങ്ങൾ ഫോണിൽ യൂട്യൂബ് മ്യൂസിക് എടുക്കുക. ഫോണിൽ യൂട്യൂബ് മ്യൂസിക്കിൽ ഏത് ഇതാണോ പ്ലേ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ സ്ക്രീനിൽ വരും. അത് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് മാപ്പ് നാവിഗേഷനായിട്ട് താഴെ ഉണ്ടാവും. മാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും, മ്യൂസിക്കും പ്ലേ ആവും. ഇതാണ് ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുമ്പോൾ. അതല്ലാണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിലുള്ള മ്യൂസിക് ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്യാൻ പറ്റില്ല. ഈ 2 ഓപ്ഷനിൽ മാത്രമാണ് നിങ്ങൾക്ക് പാട്ട് കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മളുടെ മ്യൂസിക് സിസ്റ്റത്തിൽ മാരുതി പ്രൊവൈഡ് ചെയ്യുന്ന സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ മ്യൂസിക് സിസ്റ്റത്തിൽ ബ്രസീലല്ല മറ്റേത് വണ്ടികളിലും ഈ രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കണക്ട് ചെയ്ത് യൂട്യൂബ് പ്ലേ ചെയ്യാം, യൂട്യൂബ് മ്യൂസിക് എങ്ങനെ പ്ലേ ചെയ്യാം, മാപ്പ് എങ്ങനെ എടുക്കാം, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെ ബ്രസ അല്ലെങ്കിൽ മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ദർശൻ ബൈ പറഞ്ഞേക്ക്. Bye bye.